ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതൊരു വീടാണെന്ന് തോന്നുന്നു. ആരും ഇല്ല ഇവിടെ? ഹലോ, ആരാ? ഞങ്ങള് കാടിനകത്തൊരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വന്നതാ. ഇപ്പോ തിരിച്ചു പോകാൻ വഴി അറിയാതെ പെട്ടു നിൽക്കുക. ജിമ്മി ചായ. എന്താ ഇവര് കാട്ടിനകത്ത് പെട്ടുപോയെന്ന്. എന്തിനാ കാട്ടിൽ വന്നേ? അത് ഞാൻ ഇതിനകത്ത് ഒരു റിസോർട്ടിന്റെ പ്ലാനിംഗ് ഉണ്ട്. അതൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാ. പെട്ടുപോയി. കേറി വാ. നിങ്ങളുടെ ഫോണൊന്ന് തരാവോ? എനിക്ക് വീട്ടിലേക്കൊന്ന് വിളിക്കാനാ. നിങ്ങളുടെ ഫോണിൽ റേഞ്ച് ഇല്ലേ? ഇല്ല. പിന്നെ എനിക്ക് മാത്രമായിട്ട് എവിടെ നിന്ന് റേഞ്ച് കിട്ടാനാ? ഇവിടെ നിന്ന് ഫോൺ ചെയ്യണമെങ്കിലേ 1/2 കിലോമീറ്റർ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകേണ്ടി വരും. ഇപ്പൊ അതിനു വേണ്ടി ഇറങ്ങാൻ തീരുമാനിച്ചാലേ അതോടെ നമ്മുടെ കഥയും കഴിയും. ഞങ്ങള് ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. നല്ല വിശപ്പുണ്ട്. എവിടെയാ തങ്ങാന്ന് ഒരു നിശ്ചയമില്ല. ഇതിവിടെ പതിവാ. ഇവിടെ തങ്ങുന്നതിന് കുഴപ്പമില്ലേ? കേറിപ്പോരെ. ഇവിടെ തങ്ങാനോ? ഇവരുടെ കൂടെ? കാടിനകത്ത് കിടക്കുന്നതിലും ഭേദമല്ലേ? താ വന്നേ. ഏയ്, എന്തായി കാണിക്കുന്നേ? എടോ, അത് അങ്ങനെ കഴിക്കേണ്ടത്. ഞങ്ങൾ ഈ കാട്ടിൽ വന്നിട്ട് 10-14 വർഷമായി. ഇതിനിടയില് നിങ്ങളെ പോലെ ഒരുപാട് ആളുകൾ വന്നു പോയിട്ടുണ്ട്. എല്ലാവരും വഴിയേറ്റി വന്നവരാ. നാളെ രാവിലെ ആകുമ്പോ ഇതൊക്കെ അങ്ങ് ഒതുങ്ങുമായിരിക്കും അല്ലേ? അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. ചിലപ്പോ ഈ പിടുത്തം 2-3 ദിവസം പിടിച്ചെന്ന് വരും. അപ്പൊ പിന്നെ പകലെന്നോ രാത്രിയെന്നോ തിരിച്ചറിയാനും പറ്റില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടേ പോവാൻ പറ്റൂ? സംശയം എന്താ? നിങ്ങൾ വെറുതെ പറഞ്ഞു പേടിപ്പിക്കാതെ. അവർക്ക് ഭാഗ്യമുണ്ടെങ്കിലേ നാളെ കാലത്ത് തന്നെ മഞ്ഞുരുകും. കുടിക്കും മക്കളെ. ഓ, ഇതിന് നല്ല ചൂടില്ലേ? എങ്ങനെയാ ഇത് കുടിക്കുന്നേ? ഇങ്ങനെ മോനിതൊക്കെ നല്ല പരിചയമാണല്ലോ. തറവാട്ടിൽ മുത്തശ്ശിയുണ്ട്. മുത്തശ്ശി ശീലിപ്പിക്കുന്ന ഇതൊക്കെ. ദേ, ഇപ്പൊ ഒന്ന് തൊട്ട് നോക്കിയേ. ഓക്കെ ആണോ? ആ, ഓക്കെ. അപ്പൊ ഇനി വേറെ ഒന്നും ആലോചിക്കാനില്ല. ദേ, ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് അങ്ങോട്ട് കഴിക്കുക. സിനി, നാളെ രാവിലെ തന്നെ പൂജാരിയെ കാണാലോ അല്ലേ? 8 മണിക്ക് മുമ്പാണെങ്കിൽ കാണാന്ന് പറഞ്ഞിട്ടുണ്ട് മാഡം. അതുകൊണ്ടാ നമുക്ക് ഇന്ന് രാത്രി തന്നെ പുറപ്പെടേണ്ടി വന്നത്. അത് കുഴപ്പമില്ല. രാത്രിയും പകലൊന്നും അല്ലല്ലോ. എന്റെ മകളുടെ ജീവിതമല്ലേ പ്രശ്നം. മാഡം, പല കുടുംബങ്ങൾക്കും പല രഹസ്യങ്ങളുണ്ടാവും. മിക്കവാറും അതൊക്കെ സൂക്ഷിക്കുന്നത് ഇതുപോലുള്ള പൂജാരിമാരോ ആചാര്യമാരോ ഒക്കെ ആയിരിക്കും. അവരതൊക്കെ തുറന്നു പറയോ മാഡം? അറിഞ്ഞിടത്തോളം അദ്ദേഹം ഒരു സാധു മനുഷ്യനാ. അറിഞ്ഞുകൊണ്ട് ഒരാളെ ചതിക്കാനുള്ള മനസ്സേതായാലും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. നമ്മള് നമ്മുടെ ആശങ്കകളല്ലേ ചോദിക്കുന്നത്. പറഞ്ഞു തരുമായിരിക്കും. കളരിക്കൽ തറവാടിനെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും എനിക്ക് അറിഞ്ഞേ പറ്റൂ.